മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകളും നോവലുകളും ഒക്കെ ഇതിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സ് ലെവലിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. എന്നാൽ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളിലായിരിക്കും നടക്കുക. നമ്മളുടെ റിയൽ വേൾഡിൽ നടക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. നിങ്ങൾ +2 ശേഷം ഒരു കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുന്നത് MBBS എന്ന കോഴ്സാണ്. നിങ്ങൾ നീറ്റ് എക്സാം എഴുതി, പക്ഷേ നീറ്റ് എക്സാം നിങ്ങൾ പാസ്സായില്ല. പക്ഷേ മറ്റൊരു ലോകത്ത് നിങ്ങൾ നീറ്റ് എക്സാം എഴുതുകയും പാസ്സാകുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു ലോകത്ത് നിങ്ങൾക്കത് പാസ്സാകാൻ സാധിച്ചില്ല. പക്ഷേ ചൈനയിലോ അല്ലെങ്കിൽ റഷ്യ പോലുള്ള മറ്റു രാജ്യങ്ങളിലോ പോയി നിങ്ങൾ മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാം നടന്നിട്ടുണ്ട്. എന്നാൽ എല്ലാം നടന്നിരിക്കുന്നത് ഒരൊറ്റ ലോകത്തല്ല, അതെല്ലാം പല പല ലോകങ്ങളിലാണ്. സാധ്യതകൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവ സ്പ്ലിറ്റായി വ്യത്യസ്തമായിട്ടുള്ള ലോകത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാറുന്നു. ശരിക്കും ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഇതൊക്കെ ക്വാണ്ടം ലെവലിൽ സംഭവിക്കുന്നു എന്നാണ്. ക്വാണ്ടം ലെവൽ എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള വളരെയധികം ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നാണ്. എന്നാൽ വേറെ ചില ഗവേഷകർ പറയുന്നത് ഈ കാണുന്നതെല്ലാം മനുഷ്യരുൾപ്പെടെയുള്ള സകലതും ഇത്തരത്തിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് ചേർന്നിട്ടുണ്ടായിട്ടുള്ളതാണ്. അതെല്ലാം ചേർന്നുണ്ടായിരിക്കുന്ന നമുക്കും അത് ബാധകമാണെന്ന് ചില ഗവേഷകർ വാദിക്കുന്നു. അത് ഒരു വാദം മാത്രമാണ്, ഹൈപ്പോത്തസിസ് മാത്രമാണ്. ഗവേഷകർ അല്ലെങ്കിൽ ശാസ്ത്രം അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.